Good morning, welcome to all. So, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിനെ തന്നെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. സോ അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ഇൻഫ്രാറെഡ് ഓർ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി? സോ റിമെമ്പർ ദിസ് റേഞ്ച്. Remember this range of this spectroscopy. So the range is 4000 to 400 centimeter inverse. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ യു വിയിൽ നമ്മൾ നാനോമീറ്ററിലാണ് നമ്മുടെ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, റേഞ്ചും. ഇവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ IR സ്പെക്ട്രത്തിൻ്റെ കേസിൽ സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് ആണെങ്കിലും സ്പെക്ട്രം നമ്മൾ മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നുള്ള റേഞ്ചിലാണ്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വേവ് നമ്പറാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യു വി എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആയിരുന്നു നമ്മൾ നോട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ വേവ് നമ്പറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ റേഞ്ച്. അതായത് ഈ റേഞ്ചിലാണ് നമുക്ക് IR സ്പെക്ട്രം കിട്ടുന്നത്. ഇപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ 400 എന്നുള്ളത് 500 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതായാലും കുഴപ്പമില്ല, ഒരു ഓവറോൾ റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ് നമുക്ക് വാരിയസ് കോമ്പൗണ്ട്സിന് വാരിയസ് IR സ്പെക്ട്രം കിട്ടുന്നത്. ഇനി ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ, എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ എന്താണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, എന്തുകൊണ്ടാണ് ഇൻഫ്രാറെഡിനെ നമ്മൾ വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ യു വിനെ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിന്ന് ഡിഫൈൻ ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അതിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഉള്ളതുകൊണ്ട്. സെയിം ഐഡിയ തന്നെയാണ് ഇവിടെയും, വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ IRനെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. എന്താണ് ഈ വൈബ്രേഷണൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ വൈബ്രേഷണൽ എനർജി ലെവൽ? അപ്പോൾ നമ്മളൊരു കോമ്പൗണ്ടിൽ കുറച്ച് മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പെക്ട്രോസ്കോപ്പി എന്ന് തന്നെ പറയുന്നത് ഇൻട്രാക്ഷൻ ഓഫ് മാറ്റർ വിത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. സോ ഇവിടെ മാറ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു മോളിക്യൂളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ മോളിക്യൂള് IR റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂളിൻ്റെ അകത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻ, അതിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റഡി ഓഫ് വൈബ്രേഷണൽ മോഷൻ ഓഫ് മോളിക്യൂൾ. വൈബ്രേഷണൽ മോഷൻ ഓഫ് മോളിക്യൂൾസ്. Vibrational motion of these molecules. When infrared radiation is fall to this compound or a molecule and we get different kinds of vibration. അപ്പോൾ ഈ മോളിക്യൂളിന് വൈബ്രേഷൻസ് ഉണ്ടാവും. ആ വൈബ്രേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ട്രാൻസിഷൻസ് നടന്നിട്ട് സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള എനർജി ലെവൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വൈബ്രേഷണൽ എനർജി ലെവൽ. അപ്പോൾ ഇവിടെയുള്ള എനർജി ലെവലിനെ നമ്മൾ V0, V1, V2 അങ്ങനെ നമുക്ക് വൈബ്രേഷണൽ എനർജി ലെവലിന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണൊരു ജനറൽ ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ എന്താണ് റേഞ്ച് എന്ന് ഓർത്ത് വെക്കുക, പ്ലസ് എന്താണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാനുള്ള റീസണും ഓർത്ത് വെക്കുക. അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്താണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് മനസ്സിലാക്കാം. ഹൗ ഇറ്റ് ജനറേറ്റ്സ്, എങ്ങനെയാണ് നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി ജനറേറ്റ് ചെയ്യുന്നത്? Interaction of molecular dipole moment of the compound with electromagnetic radiation. അതായത് നമ്മുടെ കയ്യിലൊരു കോമ്പൗണ്ട് ഉണ്ട്, കോമ്പൗണ്ടിൻ്റെ അകത്ത് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പം ഈ മോളിക്യൂൾസിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുന്നതിൻ്റെ ബേസിൽ, അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാലോ അല്ലേ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുന്നത്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു മോളിക്യൂൾ പറഞ്ഞേ HCl ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് അല്ലേ, H+ഉം Cl- ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. സോ അത് ഒരു ഡൈപോൾ മൊമെൻ്റ് ഉള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഡൈപോൾ മൊമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? IR സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ ഇൻട്രാക്ഷൻ ഓഫ് മോളിക്കുലർ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഒന്നെങ്കിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു കോമ്പൗണ്ട്. ഇങ്ങനെ, അതായത് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ടിന് പെർമനൻ്റ് ആയിക്കോട്ടെ, ചേഞ്ചിങ് ഡൈപോൾ മൊമെൻ്റ് ആയിക്കോട്ടെ, ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതെന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ് മീൻ ചെയ്യുന്നത്, അതായത് വരുന്ന റേഡിയേഷൻ. അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IR സ്പെക്ട്രം കിട്ടും, അല്ലെങ്കിൽ
ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ IR റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടും? സ്പെക്ട്രം കിട്ടും. അതാണിത് മീൻ ചെയ്യുന്നത്. അപ്പോൾ IR റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഗാമാറേ, എക്സ്റേ, UV, വിസിബിൾ, IR, മൈക്രോ, റേഡിയോ വേവ്സ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ IR റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടും? സ്പെക്ട്രം കിട്ടും. എപ്പോൾ കിട്ടും? നമ്മുടെ കയ്യിലുള്ള മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട്, ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സ്പെക്ട്രം ജനറേറ്റ് ചെയ്യുന്നത്. UVയിൽ എങ്ങനെയായിരുന്നു? കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ടിൽ കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ഉണ്ടെങ്കിലാണ് നമുക്ക് UV സ്പെക്ട്രം കിട്ടുന്നത്. ഇവിടെ എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഫ്രാറെഡ് സ്പെക്ട്രം കിട്ടുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റീജിയൻ ഓഫ് സ്പെക്ട്രം? IR സ്പെക്ട്രത്തിൻ്റെ റീജിയൻ എന്താണ്? സോ ഞാനിവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വരച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് റീജിയൻ? IR റീജിയൻ ഇതാണ്, അല്ലേ. ഇവിടെ നിന്നാണ് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സ്പെക്ട്രം കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള സ്പെക്ട്രമാണ് നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ കിട്ടുന്നത്. അതിൻ്റെ റേഞ്ച് എന്താണ്? 4000 to 400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓർക്ക, സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമ്മൾ, വേവ് നമ്പറിൻ്റെ ടേംസിലാണ് നമ്മൾ IR സ്പെക്ട്രം പറയുന്നത്. സോ കമ്പയർ ടു UV വിസിബിൾ, എന്താ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നത്? ഇവിടെ കിട്ടുന്ന സ്പെക്ട്രം, IRൽ കിട്ടുന്ന സ്പെക്ട്രം ടുവേർഡ്സ് എ ലോങ്ങർ വേവ് ലെങ്ത്, അല്ലേ. ലോങ്ങർ വേവ് ലെങ്ത് കമ്പയർ ടു UV വിസിബിൾ, ലോങ്ങർ വേവ് ലെങ്തിലുള്ള സ്പെക്ട്രമാണ്. ഒരു പോയിൻ്റൂടെ എന്താണ്? ലോവർ ഫ്രീക്വൻസി. അത് നമ്മുടെ സ്പെക്ട്രത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഈ ഏറോ മാർക്കിനെ വെച്ചിട്ട്. ഇങ്ങോട്ട് പോകുന്തോറും വേവ് ലെങ്ത് കൂടി. സോ കമ്പയർ ടു UV വിസിബിൾ വി ഗെറ്റ് ദ സ്പെക്ട്രംസ് ലൈക്ക് ലോങ്ങർ വേവ് ലെങ്ത് ആൻഡ് ലോവർ ഫ്രീക്വൻസി. അപ്പോൾ ഇതാണ് ഒരു കമ്പാരിറ്റീവ് റേഞ്ച് അല്ലെങ്കിൽ റീജിയൻ ഓഫ് ദ സ്പെക്ട്രം എന്ന് പറയുന്നത് IRൻ്റെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ ടു ഷോ IR സ്പെക്ട്രം. അപ്പോൾ ഒരു മോളിക്യൂളിൽ നമുക്ക് IR സ്പെക്ട്രം തരാനുള്ള കണ്ടീഷൻ എന്താണ്? UVയിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഒരു മോളിക്യൂൾ IR തരണമെങ്കിൽ, ഒരു കോമ്പൗണ്ട് UV തരണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ഉണ്ടായിരിക്കണം. ഇവിടെ എന്താണ് കണ്ടീഷൻ? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ മോളിക്യൂൾ ഡ്യൂറിങ് ദ വൈബ്രേഷൻ. അതായത് ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ആയിരിക്കണം. അല്ല, എന്തായാലും ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു കോമ്പൗണ്ട് നമുക്ക് IR തരുമെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ്, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ മോളിക്യൂൾ ഡ്യൂറിങ് ദ വൈബ്രേഷൻ. അപ്പോൾ ഒരു ഐഡിയ മനസ്സിലായില്ല, എന്തിനാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് മോളിക്യൂൾസ്? ഇങ്ങനെ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നോൺ 0 ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു മോളിക്യൂൾ എടുത്തിട്ട് അതിൻ്റെ മ്യൂ എന്ന് പറഞ്ഞാൽ ആ ഡൈപോൾ മൊമെൻറ്റ് 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബിഫോർ വൈബ്രേഷൻ, അത് റെസ്റ്റിലായിരിക്കുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ കേസിൽ ബിഫോർ വൈബ്രേഷൻ ചിലപ്പോൾ അതിൻ്റെ മ്യൂ വാല്യൂ 0 ആയിരിക്കും. ബട്ട് ആഫ്റ്റർ വൈബ്രേഷൻ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? മ്യൂ നോട്ട് ഈക്വൽ ടു 0 ആവും. അങ്ങനെ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനിൽ അതിന് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? IR ആക്റ്റീവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ ദിസ് മോളിക്യൂൾ ഈസ് സെഡ് ടു ബി IR ആക്റ്റീവ് ആൻഡ് ഹിയർ ദ മോളിക്യൂൾ ഈസ് സെഡ് ടു ബി IR ഇനാക്റ്റീവ്. അപ്പം ഇതാണ് നമ്മുടെ കണ്ടീഷൻ. മ്യൂ ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഒരിക്കലും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് 0 ആവാൻ പാടില്ല, നോൺ 0 ആവുക. അങ്ങനെ നോൺ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മോളിക്യൂള് റേഡിയേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടോ അബ്സോർബ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായില്ല എന്തിനാണ് വൈബ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 0 ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെൻറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് നോൺ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് വൈബ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു മോളിക്യൂളിൽ നടക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഒന്നുകൂടി ഞാൻ ഫോഴ്സ് ചെയ്ത് പറയുന്നത്. കണ്ടീഷനിൽ ഒന്നെന്താ പറയുന്നത്? മോളിക്യൂൾ വിത്ത് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഓർ മോളിക്യൂൾസ് ഹാവിങ് ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെൻറ്റ്. അല്ല, ഏതെങ്കിലും ഒന്നെങ്കിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായത് മ്യൂ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയാൽ മതി, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്, അതായത് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മ്യൂ നോട്ട് ഈക്വൽ ടു 0 ആവുക, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് എപ്പോഴും അതിന് മ്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് ഞാനൊരു എക്സാമ്പിൾസ് പറഞ്ഞുതരാം. H2
O2 ഒക്കെ എന്താണെന്ന് നോക്കാം. H2O2 പോലത്തെ മോളിക്യൂൾ. H2 എന്ന് പറഞ്ഞാൽ എന്താണ്? H അല്ലേ? H ആണ് ഓക്സിജൻ്റെ കേസിൽ OO. അപ്പോൾ ഇതിൻ്റെയൊക്കെ കേസിൽ നമുക്കൊരു കാര്യം നമ്മൾ അറിയണം, ഇത് IR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? എന്ത് ടൈപ്പ് മോളിക്യൂളാണ്? ഹോമോ അറ്റോമിക് മോളിക്യൂളാണ്. ഹോമോ അറ്റോമിക്, 2 ആറ്റംസും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ? രണ്ടിൻ്റെ കേസിലും ഇല്ല. സോ ഇങ്ങനെയുള്ള ഹോമോ അറ്റോമിക് molecules are always IR inactive. Why this is become IR inactive? Its mu value always equal to 0. അങ്ങനെയാണെങ്കിൽ അടുത്ത കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. HCl H2O പോലത്തെ മോളിക്യൂള്. HCl ഇങ്ങനെ എഴുതാം, H2O ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്തായിരിക്കും അവസ്ഥ? HCl എടുത്താലും H2O എടുത്തു കഴിഞ്ഞാലും ചാർജ് ഡിഫറൻസ് ഉണ്ട്, ചാർജ് സെപ്പറേഷൻസ് ഉണ്ട്. ഈ ചാർജ് സെപ്പറേഷനാണല്ലോ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും അല്ലെങ്കിൽ കുറഞ്ഞതുമായിട്ടുള്ള ആറ്റംസ് ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണ്? ഇതിൻ്റെ കേസിൽ ചാർജ് സെപ്പറേഷൻസ് ഉണ്ട്. സോ ദിസ് ഈസ് കറസ്പോണ്ടിങ് ടു mu value. That means dipole moment value, dipole moment mu not equal to 0. 0 അല്ല എന്തായാലും, ചാർജ് സെപ്പറേഷൻ ഉണ്ട്. സോ ദിസ് ഈസ് IR ആക്റ്റീവ്. ഇങ്ങനെയാണ് IR ആക്റ്റീവും ഇനാക്റ്റീവും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ IR ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഏരിയ എന്ന് ചോദിക്കാനാണ് പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇതൊരു 2 മാർക്സിനൊക്കെയാണ് ഇത് ചോദിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞ സെയിം പ്രൊസീജിയറിൽ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇൻഡിവിജ്വലി എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. H2 എഴുതുക ആദ്യം. H2 എഴുതിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി അല്ലേ? H2 എഴുതിയിട്ട് ഇങ്ങനെ കാണിക്കുക. ഹോമോ അറ്റോമിക് ആണ്, mu എന്താണ്? 0 ആണ്. സോ IR ഇനാക്റ്റീവ്. ഇതുപോലെ എല്ലാം നിങ്ങൾ ചെയ്യുക. അപ്പോൾ H2 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? mu നോട്ട് ഈക്വൽ ടു 0. നമ്മളിപ്പോൾ പറഞ്ഞത് IR ആക്റ്റീവ്. HCl എടുത്തു കഴിഞ്ഞാലും mu നോട്ട് ഈക്വൽ ടു 0, IR ആക്റ്റീവ്. ഓക്കെ, CO2 എടുത്തു കഴിഞ്ഞാലും mu നോട്ട് ഈക്വൽ ടു 0, IR ആക്റ്റീവ് അല്ലേ? ഫൈനലി ഇവിടെ N2 എടുത്തു കഴിഞ്ഞാലും എന്താണ്? IR ഇനാക്റ്റീവ് ആണ് അല്ലേ? അത് രണ്ടുമാണ് ഇവിടെ ഹോമോ ആയിട്ട് നമുക്ക് കിട്ടുന്ന 2 എണ്ണം ഇനാക്റ്റീവായിട്ട്. ഇതിങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ ഹോമോ അറ്റോമിക് ആണ്, ദിസ് മോളിക്യൂൾ ഈസ് ഹോമോ അറ്റോമിക്, ദെൻ ഇറ്റ് ഇസ് mu വാല്യൂ, ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ ഈസ് ഫൗണ്ട് ടു ബി 0, ദെൻ ഇറ്റ് ഈസ് IR ഇനാക്റ്റീവ്. സോ ഇങ്ങനെയാണ് IR ആക്റ്റീവ്. അത് IR ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് IR സ്പെക്ട്രം തരും. IR ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ IR സ്പെക്ട്രം തരില്ല എന്നാണ് റീസൺ.